ബഹുമാനികളെ, സുന്നത്ത് നിസ്കാരങ്ങളെ പോരിശകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 റക്അത്ത് സുബഹിയുടെ മുമ്പുള്ള സുന്നത്തിൻ്റെ പരാമർശം നമ്മളവിടെ കഴിഞ്ഞു. ആ സൂറകൾ പറഞ്ഞു, അതിൻ്റെ പോരിശകളും പറഞ്ഞു. ആ സുന്നത്തുക്കാരൻ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു കിടത്തം സുന്നത്തുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്, എന്നാലും ഖബറിൽ കിടക്കുന്ന അതേ രൂപത്തിലുള്ള ഒരു ചെറിയ വലതു ഭാഗത്തിൻ്റെ മേൽ ചെരിഞ്ഞ് കിടക്കും. ആ കിടത്തത്തിൽ ചൊല്ലാനുള്ള ദിക്ർ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല പറഞ്ഞാണ്, വ ഇസ്രാഫീല വ മീകാഈല വ മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിക മിനന്നാർ. ഈ ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെയും മീകായിൽ എന്ന മലക്കിൻ്റെയും അതുപോലെ തന്നെ ജിബ്രീൽ എന്ന മലക്കിൻ്റെയും റബ്ബായ അള്ളാഹുവേ എന്ന് വിളിച്ചിട്ട് അതിനുശേഷം ലാസ്റ്റ് നമ്മൾ നബിൻ്റെ പേരും പറഞ്ഞു, മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ റബ്ബായ അള്ളാഹുവേ എന്ന് വിളിച്ചുകാണ്ട് അഊദു ബിക മിനന്നാർ, നിന്നോട് ഞാൻ നരകത്തിൽ നിന്ന് കാവൽ തേടുന്നു. ഇപ്പം നരകത്തിൽ കിടക്കാതിരിക്കാനുള്ള ഓരോ പോംവഴി നമ്മുടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് കാലുമ്മൽ മുള്ളുത്തുക എന്നുള്ളത് മുത്തുനബിക്ക് വേദനയാണ്. നമുക്കൊരു ടെൻഷൻ വരിക എന്നുള്ളത് നമ്മുടെ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര വേദനയാണ്. അതെവിടെ പറഞ്ഞറിയാം? തൗബ സൂറത്തിൻ്റെ ലാസ്റ്റ് പറഞ്ഞു, നമുക്ക് കടം വരിക എന്നുള്ളത് ആർക്കാ വേദന? തങ്ങൾക്ക് വേദനയാണ്. നമുക്ക് ബുദ്ധിമുട്ട് വരിക, ടെൻഷൻ വരിക, ഇടങ്ങേറാകുക, നമ്മളെ കുട്ടികളെയും കൊണ്ട് പോറ്റി വളർത്താൻ പാടുപെടുക എന്നുള്ളത് നമ്മളെ മുത്തുനബിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ മുത്തുനബി നമ്മൾ നരകത്തേക്ക് പോവുക എന്നുള്ളത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ സുബഹിസ്കാരത്തിൻ്റെ ശേഷം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ 7 വട്ടം പറയാൻ തങ്ങൾ പഠിപ്പിച്ചത്. മഗ്രിബിന്റെ ശേഷവും 7 വട്ടം പറയാൻ തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ മഗ്രിബിന്റെ ശേഷവും സുബഹിന്റെ ശേഷവും ഈ പറയപ്പെട്ട ദിക്ർ ചൊല്ലിയ ഒരാള് മരണപ്പെട്ടാൽ നരകത്തിൽ കടക്കൂല എന്നാണ് ആ ഹദീസിലുള്ളത്, സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നിസ്കരിച്ചണമുണ്ട്, നിസ്കരിക്കണ മാത്രമല്ല നമ്മൾ അതിന്റെ ശേഷം ചൊല്ലണമുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഈ കടത്തത്തിലും അതന്നെ പറഞ്ഞത്, അല്ലാഹുമ്മ അഊദു ബിക മിനന്നാർ 3 വട്ടം. കടക്കലുണ്ടോ ചോദിച്ചാൽ കടക്കലൊക്കെ കണക്ക് തന്നെ. ഇവിടെ ഇപ്പോൾ ആ കടക്കണമെന്ന് സൈദാജും ഫൈസി ഉസ്താദും കടക്കണുള്ളൂ. നിങ്ങളൊക്കെ കടത്തേണ്ടി വരും, കുറച്ച് ദിവസം എല്ലാവരും പാടം കടത്തേണ്ടി വരും. കടക്കാൻ മടിയായിട്ടാണ്. എന്തേ എനിക്കറിയാം, മടിയായിട്ടാണ്. എങ്ങനെയപ്പോൾ നീളത്തിനാ കടക്കുക ആൾക്കാരുടെ മുമ്പിൽ? അങ്ങനെ മടിയൊന്നും വേണ്ട, ഒരു സുന്നത്തല്ലേ. സുന്നത്ത് എന്തിനാ കളയുന്നത്? ബാക്ക് പോയിട്ട് കിടന്നാൽ മതി. അല്ലെങ്കിൽ കുടിയിൽ സുന്നത്ത് സ്കെച്ചാണ്ട് പോകുന്നോളി. സുബൈൻ്റെ ബാങ്ക് കൊടുക്കുമ്പോൾ കുടിയിലാണെങ്കിൽ വേഗം 2 റക്അത്ത് സുന്നത്ത് കുടിയിൽ നിന്ന് സ്കെച്ചാണ്ട് നീളത്തിൽ ഖബറിൽ കിടക്കും പോലെ അങ്ങ് കിടക്കുക. ഇവിടുന്ന് കടന്ന് ശീലിച്ച് പോയാൽ അവിടുന്ന് സുഖമായിട്ട് കടന്നുകൂടെ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആ ഇൽമടെ കഴിഞ്ഞു, അവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത സുന്നത്ത് നിസ്കാരത്തിലേക്ക് നാളെ കയറും കേട്ടാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ സുബൈന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ സൂറത്ത് ഏതാ ഓതാൻ പറഞ്ഞേ? അലം നശ്റഹും അതിന് മുമ്പേ സൂറത്ത് പറഞ്ഞല്ല, ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ്. നിഅമസ് സൂറത്താനി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിനെ കുറിച്ച് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെ കുറിച്ചും ഖുൽ ഹുവല്ലാഹിനെ കുറിച്ചും നിഅമസ് സൂറത്താനി, ഇത്ര നല്ല സൂറത്താണ് അത്. ആ സൂറത്ത് ഓതുക, മറ്റേ സൂറത്ത് ഓതുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ 4 സൂറത്ത് ഓതിയിട്ട് സലാം വീട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് സുന്നത്തൊക്കെ പതിവാക്കണം. റമളാൻ മാസം 16, 17ാമത്തെ നോമ്പാണെന്ന് എല്ലാവരും. ഇന്നലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ റമളാൻ കഴിഞ്ഞാൽ ഞങ്ങളെ പള്ളിയിൽ 4 ആളെ ഉണ്ടാവുള്ളൂ, ഇപ്പോൾ 40 ആളുണ്ട്.
എന്താ ആളുകളൊക്കെ നിലന്ന് കിട്ടാൻ എന്താ മാർഗം ചോദിച്ചു. അതിനൊരു പുതിയ മരുന്നുണ്ട്, ഞാൻ തരാം, നിങ്ങൾ വരിക തന്നെയാണ്. പുതിയൊരു മരുന്നുണ്ട്. ആ 4 40 ആകണത് റമദാൻ മാസത്തിൽ, 40 4 ആകണത് റമദാൻ കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇതൊക്കെ എവിടുക്കാ പോണ്? പിന്നെ എന്തൊരു മാറ്റാ പിന്നുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നിങ്ങളൊക്കെ നിലനിർത്തണം. സുബൈ ജമാഅത്ത് നിലനിർത്തണം, സുന്നത്തുക്കാരങ്ങൾ നിലനിർത്തണം, പതിവ് പോലെയുള്ള ഔറാദുകൾ ദിക്റുകളൊക്കെ പതിവാക്കണം. ഖുർആൻ പാരായണം ഖത്മ് തീർക്കണം. ഒരു ഖത്മ് തീർന്നവരുണ്ട്, ഇപ്പോൾ 2ാം ഖത്മ് തീരാനായവരുണ്ട്, 1 ജുസ് വരെ ഓതാത്തവരും ഉണ്ട്. അപ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റഹ്മർ റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ അല്ലാഹ്, പ്രവാദ സമയത്തുള്ള ഞങ്ങളെ സംസാരം നീ കേൾക്കുന്നുണ്ടല്ലോ റബ്ബേ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാഹ്. നിന്റെ മുത്തഖീകളായ അടിമകളിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്. ദുനിയാവിലുള്ള ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ടെൻഷനുകൾ എല്ലാം നീക്കിത്തരണേ അല്ലാഹ്. മഹാന്മാരാകുന്ന ബദരീങ്ങൾ റമദാൻ മാസത്തിന്റെ 17ന്റെ അന്ന് പട്ടാപ്പകൽ നോമ്പ് നോറ്റുകൊണ്ട് ബദർക്കളത്തിലേക്ക് ഇറങ്ങി ഷഹീദായ ശുഹദാക്കളെ ഓർത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ബദരീങ്ങളുടെ നേർച്ച നടത്തുകയാണ്. റഹ്മാനായ റബ്ബേ, ഇന്നലെ പുലരുവോളം പണിയെടുത്ത ഒരുപാട് ചെറുപ്പക്കാർ, അവർക്ക് നേതൃത്വം കൊടുക്കാനുണ്ടായ നമ്മളെ കാരണവർമാർ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അള്ളാഹുവെ അതിലേക്ക് നൽകിയതായ സ്വതക്കയാകുന്ന കന്ന്, ഒരുപാട് പൈസകൾ, പലരും പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്ന പത്തിരികൾ, റഹ്മാനായ റബ്ബേ അതിനു വേണ്ടി ചെലവഴിച്ച സമയങ്ങൾ നാളെ സുഖലോക സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമാക്കി ഞങ്ങളെ പക്കൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. മഹാന്മാരാകുന്ന ബദരീങ്ങളോട് കൂടെ ഞങ്ങളെയും സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. ആ മഹാന്മാര് ഞങ്ങൾക്ക് കാവലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഈമാനും തഖ്വയും ഇഖ്ലാസും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളൊക്കെ സാധുക്കളാണ് റബ്ബേ, പാവികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളിൽ നിന്ന് വിട പറയുന്നതിന്റെ മുമ്പ് ഞങ്ങളെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. ശിഷ്ടം വരുന്ന, ബാക്കി വരുന്ന നോമ്പുകൾ നോക്കുവാനും, തറാവീഹുകൾ നിസ്കരിക്കുവാനും, ഖുർആനിന്റെ ഖത്മുകൾ തീർക്കുവാനും, മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യുവാനും എല്ലാം ഞങ്ങൾക്ക് നീ ആവതും തൗഫീഖും നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഖബറിൽ കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാര്, അല്ലാഹ്, അവരെ മക്കളാണ് ഞങ്ങൾ, പേരമക്കളാണ് ഞങ്ങൾ, മരുമക്കളാണ് ഞങ്ങൾ. അല്ലാഹ്, ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഫലങ്ങൾ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് തുടക്കം മുതൽ ഇന്നോളം വരെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമായ ഫണ്ടുകൾ നിന്റെ ഖജനാവിൽ നിന്ന് നീ ഇറക്കി തരണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗികൾ ധാരാളമുണ്ട് റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.